മാഷെ ഒന്ന് പറഞ്ഞോട്ടെ. നടന്ന് കാല് കൊഴിഞ്ഞു മാഷെ. മാഷക്ക് കയ്യിന് കേട്ടപ്പോ മുതൽക്ക് എനിക്കെന്തോ വല്ലാത്ത വിഷമം തോന്നി. മാഷ് ഒരു ദിവസം വീട്ടിലേക്ക് വന്നില്ലല്ലോ. ടീച്ചർ ക്ഷണിച്ചില്ലല്ലോ. ക്ഷണിക്കാതെ മാഷക്ക് വേറെ സ്ഥലത്തൊക്കെ പോകാം, അതിന് വിരോധമില്ല. ഹസ്ബൻഡിന്റെ കത്തൊക്കെ വരാറില്ലേ? ഇനി എന്നാ ലീവിൽ വരുന്നത്? വരുമ്പോ വരാം, അദ്ദേഹത്തെ പരിചയപ്പെടാമല്ലോ. മൂപ്പരില്ലാത്തപ്പോൾ വരാൻ മാസ്റ്റർക്ക് എന്താ ഭയമുണ്ടോ? പഹയന്റെ പിന്നാലെ തന്നെയാ എല്ലാ പെണ്ണും. അതിനൊരു ഭാഗ്യം വേണം. മേസ്ത്രി എന്ന സ്പെഷ്യലാ. തലറിഞ്ഞില്ലേ? ഹേയ്, ആകാശത്തിലൂടെ നടക്കണ രസം. ഞാൻ വലിച്ചു നോക്കട്ടെ. ഡ്രിൽ മാഷ് ഉണ്ടായിരുന്നെങ്കിൽ നമുക്കൊരു ഹരായിരുന്നു. എനിക്കൊരു പകതാടോ. കോവി, ഇത് വേണ്ട. എന്താ സർ, എക്സ്കേഷൻ അല്ലേ, ഒരു സിഗരറ്റ് വലിക്കുന്നു. അതുകളാ എന്നെ എങ്ങനെ മണ്ടനാക്കാതെ ഗോപി. ഗെറ്റപ്പ്. നോക്ക്, നിന്റെ കുടുംബത്തിൽ കാശുണ്ടാവും. നീ നശിച്ചാലും വലിയ കാര്യമില്ലാന്ന് കരുതുന്ന രക്ഷിതാക്കളുണ്ടാവും. ഒന്നും അറിയാൻ പാടില്ലാത്ത ഈ കുട്ടികളെ ഇതും പഠിപ്പിക്കാൻ തുടങ്ങിയാൽ ഞാനിപ്പോ ഒന്നും പറയുന്നില്ല. ഗെറ്റപ്പ്. Go to your dormitory. പോയി കിടന്നോളൂ. വിനോദസഞ്ചാരത്തിനിടയ്ക്ക് ഒരു അധ്യാപകന്റെ അഴിഞ്ഞാട്ടം. എന്താ മാഷെ അവരൊന്നും മൈൻഡ് ചെയ്യാണ്ട് പോണത്? അങ്ങാടിയിൽ മുഴുവൻ സംസാര വിഷയമാണ്. സംഗതി ഇതാണ് മിസ്റ്റർ, ടീച്ചർമാരിൽ ഒരാളുടെ, ആരുടെയാണെന്ന് എനിക്കറിയില്ല, ഞാൻ ചോദിച്ചില്ല, ചെയിൻ കാണാതെ പോയി. തെരച്ചിൽ ബഹളം. അവസാനം കണ്ടുകിട്ടിയത് ശേഖരൻ മാസ്റ്ററുടെ കിടക്കേന്ന്. എന്താടോ മണ്ണ് നിന്ന കോഴിയെ പോലെ തൂങ്ങിയിരിക്കുന്നത്? ചൊവ്വരായ ചുമരുവഴി എഴുതണോ, കള്ള കള്ള മാലക്കള്ള നിന്നെ ഞങ്ങൾ കണ്ടോളാം. എന്തോടാ? ലൈബ്രറിയിൽ പുസ്തകം വേണം സാർ. ഇനി വേണം. എപ്പോ വേണം സാർ? ഇനി എപ്പോഴെങ്കിലും വാ. നാശം. കഴിഞ്ഞ കൊല്ലം ഒരു പുസ്തകം പോയതിന് 3 റുപ്യ ഞാൻ അടച്ചു. ലൈബ്രറിയുടെ ചാർജ് കൊണ്ടുള്ള വിശേഷം. എല്ലാ വെള്ളിയാഴ്ചയും വൈകുന്നേരം 1 മണിക്കൂർ ഞാനിവിടെ ഇരിക്കും. ഇനി പുസ്തകം കിട്ടുന്നില്ല എന്നുള്ള ആക്ഷേപം ആരും പറയരുത്. നോവലും കഥയും വാര്യന്മാഷ് തരികയില്ല സാർ. സാർ, ഹെഡ്മാസ്റ്റർ വിളിക്കുന്നു. യൂത്ത് ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞ കുറെ പാട്ടും കുത്തും. അപ്പോ അതിന് കുറെ അധ്വാനം. കഴിഞ്ഞ 3 കൊല്ലം ഇതിന്റെ പങ്കപ്പാട് എന്റെ തലയിലായിരുന്നു. ഇക്കൊരി എനിക്ക് വയ്യ. രക്ഷിതാക്കന്മാരായിട്ടും പബ്ലിക്കായിട്ടും കോണ്ടാക്ട് ഉണ്ടാവുന്ന ഒരേ ഒരു അവസരമാ കൊല്ലത്തില്. ബെറ്റർ ഡിസിപ്ലിൻ ഉണ്ടാവാൻ ഇങ്ങനെ ചിലതൊക്കെ വേണം. യൂത്ത് ഫെസ്റ്റിവലും ഉണ്ട്. അതിന്റെ പേരിൽ ആകെ ഒന്ന് കുത്തഴിയുകയാണ് പതിവ്. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒന്ന് വില സാർ, പിന്നെ ടീച്ചേഴ്സിന്. സ്റ്റാഫ് കൗൺസിലിന് വേണ്ടി കെട്ടിച്ചിട്ട് കാര്യമില്ല. ഉത്തരവാദിത്തം ഏൽക്കാൻ ആരെങ്കിലും വേണം. ഉത്തരവാദിത്തം ഏൽക്കാൻ മോഹമുള്ളവരുണ്ടാകും മാഷേ. ഞാനാണെല്ലാം. എന്നെ ഉദ്ദേശിച്ചാണോ? ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒഴിയാറില്ല മാഷേ, മോഹവുമില്ല. ചന്തപുസ്തകങ്ങൾ കൊട്ടക്കണക്കിന് വാങ്ങി കള്ളബില്ല് ഫയൽ ചെയ്ത് ലൈബ്രറി പർച്ചേസ് രജിസ്റ്റർ ഭംഗിയാക്കുന്നതും ഒരു തരത്തിലുള്ള ഉത്തരവാദിത്തമാണ് അല്ലേ മാഷേ? ഞാൻ എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടെങ്കിൽ സാർ എന്നോട് പറഞ്ഞാൽ മതി. വേണം മാഷേ, ഞാൻ ഇക്കാര്യത്തിൽ മാഷക്ക് ഫുൾ സപ്പോർട്ട്. അത് അവിടെ പറഞ്ഞാൽ മതി. കറക്റ്റ് ടൈം എന്തായി ടീച്ചർ?
ഇന്നത്തെ ഫോമിൽ കളിച്ചാൽ ക്യാപ്റ്റന് സ്റ്റേറ്റ് സെലക്ഷൻ ഉറപ്പ്. അടുത്ത കൊല്ലം നമ്മൾ ചലഞ്ച് ചെയ്തു ഷുവർ. ഓടുമ്പോ ശ്വാസം കിട്ടുന്നില്ല, നാശം. ആ മേസ്ത്രി പുതിയ പാട്ടുണ്ടാക്കിയിട്ടുണ്ട്. ആ എന്താ? ശേഖര ഏകകരസ്ഥാപര ഏകകരസ്ഥാപര ശേഖര ശേഖര ഏകകരസ്ഥാപര. വീട്ടിൽ മാഷെപ്പറ്റി എന്തോ പറഞ്ഞപ്പോൾ അച്ഛൻ എന്തു പറഞ്ഞു? മാഷെ ആരൊക്കെയോ ചേർന്ന് അടിച്ചോടിച്ചതായിരുന്നു എന്ന്. അല്ല, വല്ലവരെയും ഞാൻ നിയന്ത്രണം വിട്ട് വല്ലതും ചെയ്തു പോകുമോന്ന് ഭയന്ന് സ്വയം നാടുവിട്ടു. തെറ്റായിപ്പോയി എന്ന് പിന്നീട് തോന്നി. ഒരു പെൺകുട്ടിയെ രക്ഷിക്കണമെന്നുണ്ടായിരുന്നു, കഴിഞ്ഞില്ല. അച്ഛൻ വേറൊന്നും പറഞ്ഞില്ലേ? മറ്റു പല വർഷവും കേൾക്കേണ്ടി വരും. ശരിക്കുള്ള ജീവിതകഥ 3 വാചകത്തിൽ തീരും. ഇല്ലത്തെ ഉരൽപുരയിലെ ഇരുട്ടിൽ ജനിച്ചു. വൃഷളിയെ തിരുമേനി ഭാര്യയായി അംഗീകരിക്കാത്തത് കൊണ്ട് പുറങ്കോലായിൽ വളർന്നു. മുതിർന്നപ്പോഴും ജീവിതത്തിന്റെ പുറങ്കോലായിൽ തന്നെ. ടീച്ചർക്ക് BA ക്ലാസ്സില്ലേ? MA പോണെന്നായിരുന്നു മോഹം, കഴിഞ്ഞില്ല. ആഗ്രഹിച്ചത് നടക്കില്ല ടീച്ചർ പലപ്പോഴും. അപ്പോൾ കിട്ടിയത് കൊണ്ട് തൃപ്തിപ്പെടുന്നു. ദാറ്റ് ഈസ് ലൈഫ്. മാഷ് മടങ്ങിക്കോളൂ. പേടിക്കണ്ട, ഞാൻ വീട്ടിലേക്ക് വരുന്നില്ല. ഈ വഴി വെറുതെ നടക്കാൻ എനിക്കിഷ്ടമാണ് ടീച്ചർ. എന്റെ ബാല്യത്തിലെ ഏതോ സ്വപ്നങ്ങൾ ഈ വഴിയിൽ എവിടെയൊക്കെയോ വീണ് കിടപ്പുണ്ട്. പെറുക്കിയെടുക്കാമെന്ന് തോന്നുന്നു, കാണില്ല. കംസൻ കഥയിട്ട് നിർത്തിയതെന്തേ? ആര് പറഞ്ഞു? ചില മണ്ടത്തരങ്ങളും കാട്ടിയിട്ടുണ്ട്. പിള്ളേരോട് പറയല്ലേ. ഇപ്പോഴത്തെ ഓമന പേര് മൂർഖൻ ധാരാളം മതി. കംസൻ വല്ലാത്ത തൂലികാ നാമം. കെ ശേഖരൻ നായരുടെ കേസൻ കംസനായി. ടീച്ചറും അത് കണ്ടിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ അത്ഭുതം. ഒരു വിശേഷാൽ പ്രതിയിൽ ഫോട്ടോ വന്നത് എന്റെ കയ്യിലുണ്ട്. എന്താ പിന്നെ എഴുത്തു നിർത്തിയത്? എഴുതാത്ത വലിയ കഥയും ചുമന്ന് നടക്കുമ്പോ പൊട്ടും പൊടിയും മാത്രം വിൽക്കാൻ വിഷമം. വരട്ടെ. ചുമരെഴുത്ത് തുടങ്ങി. അറിഞ്ഞോ വരണ മാഷേ? സമരം തുടങ്ങുന്നത് കക്കൂസിന്റെ ചുവരിലാണല്ലോ. എന്തൊക്കെയാണ് രാമമോഹൻ സാഹിത്യങ്ങൾ? ഞാൻ കണ്ടില്ല, ആരോ പറഞ്ഞു. കുട്ടികളുടെ കലാവാസന പോഷിപ്പിക്കണില്ല എന്ന ആക്ഷേപം ഇനി ആർക്കും വേണ്ടല്ലോ. മൗലവിമോഷൻ പെടലിക്ക് ബീക്കാൻ റൂൾ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഞമ്മടുത്ത് പറയും. അച്ചടക്കം എങ്ങനെയാന്ന് ഞമ്മള് കാട്ടിത്തരാം. ടീച്ചർ ഒരു നിമിഷം. ആ റിഹേഴ്സലിന്റെ കാര്യം മാഷ് ഒന്ന് പോകൂ. കൂക്കും വിളി കേട്ടില്ലേ? ഇത് കേട്ട് തലതാഴ്ത്തി നടക്കുന്നതാണ് തെറ്റ്. റിഹേഴ്സലിന്റെ കാര്യം പിന്നെ ഡിസ്കസ് ചെയ്യാം. കരിമീൻ പോലുള്ള കണ്ണ്, കടുക് വറുക്കണ കണ്ണ്,
നിൽക്കൂ. പൊതുസ്ഥലത്ത് വെച്ച് എല്ലാവരും കാണുക ആരെങ്കിലും പ്രേമിക്കോ ടീച്ചർ? ഈ കൂക്കുവിളിയും ചുവരെടുത്തും കണ്ട് പേടിച്ചാൽ അത് വർദ്ധിക്കുകയുള്ളൂ. പ്ലീസ്. തല ഉയർത്തിപ്പിടിച്ച് നടക്കണം ടീച്ചർ. എന്തെങ്കിലും ഒളിച്ചു വെക്കാനുള്ളവർക്കേ തല താഴ്ത്തേണ്ടതുള്ളൂ. വൈകുന്നേരം ഫുൾ റിഹേഴ്സൽ.